ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഈ ദിവസങ്ങളിൽ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? സാധാരണ ഉണ്ടാകുന്നതിനേക്കാളും വലിയ ചൂട്. എന്തുകൊണ്ടാണ് ഈ ഭയങ്കര ചൂടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളും ഞാനും ഒക്കെ ഇതിന്റെ കാരണം ആലോചിക്കുമ്പോൾ കാലാവസ്ഥാ വിദഗ്ധർ, ക്ലൈമറ്റ് എക്സ്പേർട്സ് പറയുന്നത് ഇതിന്റെ പ്രധാന കാരണം എൽ നിനോ ആണെന്നാണ്. അതെ, എൽ നിനോ. എന്താണ് ഈ എൽ നിനോ? നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ലളിതമായിട്ട് ഈ പ്രതിഭാസത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ടെക്നിക്കൽ വീഡിയോ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. എൽ നിനോയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ആദ്യമായിട്ട് വിൻഡ് അല്ലെങ്കിൽ കാറ്റ്. നമ്മുടെ ചുറ്റും വായുണ്ട്. അപ്പോ എന്താണ് കാറ്റ്? വെള്ളം ഒഴുകുന്നത് പോലെ നമ്മുടെ ചുറ്റുമുള്ള വായു മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് സഞ്ചരിക്കുമ്പോൾ നമുക്കതിനെ കാറ്റ് എന്ന് വിളിക്കാം. ഇനി ഈ കാറ്റും വെള്ളവുമൊക്കെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ കുറച്ച് ആളുകളുടെ കൂടെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ആളുകളെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതുക. അവിടെ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ അവിടുന്ന് എണീറ്റ് പോവാനുമുള്ള ഒരു അവസരമില്ല. അപ്പോ നിങ്ങളുടെ ഉള്ളില് ഒരു പ്രഷർ അനുഭവപ്പെടില്ലേ? എങ്ങനെയെങ്കിലും അവിടുന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? ഫൈനലി എങ്ങനെയോ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ നിങ്ങളുടെ ഉള്ളില് ഒരു ലൈറ്റ് ഫീലിങ്സ് വരില്ലേ? ഒരു പ്രഷർ സിറ്റുവേഷൻ കുറഞ്ഞതുപോലെ തോന്നില്ലേ? അതുപോലെ തന്നെയാണ് കാറ്റിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ കാര്യം. എപ്പോഴും അവര് ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്കാണ് സഞ്ചരിക്കുക. നമ്മൾ മനുഷ്യന്മാരെ പോലെയല്ല. കാറ്റിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ കാര്യത്തില് ഈ പ്രഷർ ഹൈ ആകുന്നതും ലോ ആകുന്നതും ഒക്കെ പല 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 കാരണങ്ങൾ കൊണ്ടാണ്. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് താപനിലയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ്. നമുക്ക് എല്ലാം അറിയാം എങ്ങനെയാണ് ഭൂമിയിൽ ചൂട് കിട്ടുന്നതെന്ന്. സൂര്യപ്രകാശം ആദ്യം തന്നെ ഭൂമിയിൽ വന്ന് പതിക്കും. എന്നിട്ട് ആ ഭൂമിയുടെ ഉപരിതലം അല്ലെങ്കിൽ ആ ഭൂമിയുടെ സർഫസ് ചൂടാകും. എന്നിട്ട് ആ ചൂട് മെല്ലെ വായുവിലേക്ക് പടരുന്നു. ഇങ്ങനെ ചൂടാവുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റേഡിയേഷൻ. അപ്പൊ അവിടെ ആ പോയിന്റിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കാം. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ ഈ ഭൂമിയെ ഒരു ദോശക്കല്ലായിട്ട് സങ്കല്പിച്ച് നോക്കുക. ദോശക്കല്ല് നന്നായി ചൂടായി കിടക്കുകയാണ്. അങ്ങനെ നന്നായി ചൂടായി കിടക്കുന്ന ഭൂമിയുടെ തൊട്ടടുത്തുള്ള ഈ ഒരു സ്ഥലത്തുള്ള വായുവിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ആ വായുവും ചൂടാവും അല്ലേ? വായുവിന് ചൂടാകുമ്പോ എന്താ സംഭവിക്കുകയെന്നറിയോ? ആ വായു എക്സ്പാൻഡഡ് ആവും, അത് വികസിക്കും. വികസിക്കുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് കുറഞ്ഞു പോവും. വെയിറ്റ് കുറഞ്ഞു പോകുമ്പോ എന്ത് സംഭവിക്കും? അത് മുകളിലേക്ക് പൊങ്ങി 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 പോകും. ഇപ്പോ ആ ഒരു സ്ഥലത്ത് നിന്ന് കുറേ വായു ചൂടായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് മേലോട്ട് പൊങ്ങിപ്പോയില്ലേ? അപ്പൊ ആ സ്ഥലത്ത് ഇപ്പൊ എന്താ ഉള്ളത്? വായു അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ അവിടെ ഒന്നുമില്ലല്ലേ? അങ്ങനെയുള്ള സമയത്ത് അവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ആയിട്ട് മാറും. ചുറ്റുമുള്ള വായുവിനേക്കാളും ലോ പ്രഷർ ഏരിയയാണ് ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ചുറ്റുമുള്ള തണുത്ത വായു ഈ സ്ഥലത്തേക്ക് സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കും. എന്താണ്? അവിടെ ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ട്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഹൈ പ്രഷർ ഏരിയയിലുള്ള വായു അങ്ങോട്ട് മൂവ് ചെയ്ത് വരും. ഇനി ഇപ്പൊ വന്നിരിക്കുന്ന വായു അവിടെ നിൽക്കുമല്ലേ? കുറച്ചു കഴിയുമ്പം അതും ചൂടാവുമല്ലോ. അതും മേലോട്ട് പൊങ്ങും. അത് മേലോട്ട് പൊങ്ങുമ്പോ അതിന്റെ അടുത്തുനിന്ന് വീണ്ടും വായു അങ്ങോട്ട് വരും. അങ്ങനെ ഇതൊരു സൈക്കിള് പോലെ പോകും. ഇനി മുകളിലേക്ക് പോകുന്ന വായുവിന് എന്താണ് സംഭവിക്കുന്നത്? അത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഭൂമി എന്ന ദോശക്കല്ലിൽ നിന്ന് അകലം വരികയാണല്ലേ? ദൂരേക്ക് പോകുമ്പോ ചൂടിൽ നിന്ന് കുറേ ദൂരേക്ക് പോകുമ്പോ അതിന്റെ ചൂടൊക്കെ കുറഞ്ഞു കുറഞ്ഞ്
ആ ഒരു എയർ തണുക്കുകയാണ്. തണുക്കുന്നതിനനുസരിച്ച് അത് ഹെവി ആയിട്ട് മാറും. അപ്പൊ ഹെവി ആയിട്ട് മാറുന്ന സംഭവം പിന്നെയും മുകളിലോട്ട് പോവില്ല അല്ലെ, അത് സിങ്ക് ചെയ്ത് അല്ലെങ്കിൽ അത് തിരിച്ച് താഴേക്ക് ഇതുപോലെ ഒരു സൈക്കിൾ ആയിട്ട് വരികയാണ് ചെയ്യുക. ഇതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള വാട്ടർ സൈക്കിളിനെ ഒന്ന് ചേർത്ത് വെച്ച് വായിച്ചു നോക്കൂ. എന്താണ് വാട്ടർ സൈക്കിൾ? ഭൂമിയിലുള്ള വെള്ളം ചൂട് വന്നിട്ട് നീരാവിയായിട്ട് മാറും. ആ നീരാവി പൊങ്ങി 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 മുകളിലേക്ക് പോകും. മുകളിലെത്തി അത് തണുത്ത് മേഘമായിട്ട് മാറി അവിടെ മഴ പെയ്യും അല്ലേ? അപ്പോ ഇപ്പൊ നമ്മൾ കണ്ട ഈ വാം എയർ, ഈ ചൂടായിട്ട് പോകുന്ന എയറിൽ കൂടുതൽ നീരാവി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഒരു കുളമായിരുന്നു, ആ കുളത്തിൽ നിന്ന് കൂടുതൽ വെള്ളവും ഈ വായുവിന്റെ കൂടെ ചൂടായിട്ട് നീരാവിയായിട്ട് പോയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ മുകളിൽ പോകുമ്പോ എന്ത് പറ്റും? അത് തണുത്ത് മേഘങ്ങളാവും. ഈ മുകളിലോട്ട് പോകുന്ന വായുവിന്റെ അകത്ത് എത്രത്തോളം നീരാവി കൂടുതലുണ്ടോ അത്രത്തോളം മേഘങ്ങള് മുകളിലുണ്ടാകും. അവിടെ അത്രത്തോളം കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയും ഉണ്ടാകും. ഇനി ഈ പോകുന്ന വായു ഒരു മരുഭൂമിയിൽ നിന്നാണ് പോകുന്നതെങ്കിലോ അത് പോകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വെള്ളം ഒന്നും ഉണ്ടാവില്ല അല്ലെ, വെറും വായു മാത്രമേ ഉണ്ടാകുള്ളൂ. അത് മുകളിൽ പോയി തണുത്ത് തിരിച്ചു വരും, പക്ഷെ മേഘങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവിടെ മഴയും കിട്ടാത്തത്. അപ്പൊ മനസ്സിലായല്ലോ, വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് പോകുന്ന എയറിൽ കൂടുതൽ നീരാവി ഉണ്ടാകും, ആ സ്ഥലത്ത് കൂടുതൽ മഴയും പെയ്യും. എന്നാൽ വെള്ളമില്ലാത്ത വായുവാണ് മുകളിലോട്ട് പോകുന്നതെങ്കിൽ ആ സ്ഥലത്ത് മഴയൊന്നും പെയ്യില്ല. ഇപ്പൊ നമ്മള് വായുവിന്റെ മൂവ്മെന്റ് കണ്ടു, എങ്ങനെയാണ് ഒരു ലോ പ്രഷർ റീജിയനിലേക്ക് ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് വായു വരുന്നതെന്ന്. ഇനി ഇതേ കാര്യം നമുക്ക് വെള്ളത്തിന്റെ കാര്യത്തിൽ ഒന്ന് നോക്കാം. സൂര്യപ്രകാശം വരുന്നു, മുകളിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. മുകളിലത്തെ വെള്ളത്തിലാണ് സൂര്യപ്രകാശം കൂടുതൽ വരുന്നത്, കൂടുതൽ ചൂടും അവിടെ ആയിരിക്കും. താഴേക്ക് പോകുന്നതിനനുസരിച്ചോ വെള്ളം അത്രയും ചൂടുണ്ടാവില്ല. ഇവിടേക്ക് പുറത്തു നിന്ന് ഒരാൾ കൂടി വരികയാണ്, നമ്മുടെ കാറ്റ്. ഇവിടെ കണ്ടോ, കാറ്റ് ഇങ്ങനെ വരികയാണ്. ഈ സൈഡിൽ നിന്നാണ് കാറ്റ് വരുന്നത്. മുകളിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുകയാണല്ലോ. ശക്തിയായ കാറ്റ് വീശുമ്പോ എന്ത് സംഭവിക്കും? വെള്ളവും കാറ്റിന്റെ കൂടെ തിരമാലകളെ പോലെ ഒഴുകിപ്പോകും അല്ലേ? അപ്പൊ മുകളിലുള്ള ചൂടുവെള്ളം ഒക്കെ ഈ സൈഡിലേക്ക് ഇങ്ങനെ പോവാ, കാറ്റിന്റെ ഡയറക്ഷനിൽ കാറ്റിന്റെ കൂടെ ചൂടുവെള്ളം പോവാ. ഇവിടുന്ന് ചൂടുവെള്ളം നീങ്ങി നീങ്ങി പോയി, ആ സ്ഥലത്ത് കാലിയായി പോയില്ലേ? അവിടെ ഒരു ലോ പ്രഷർ റീജിയൻ വന്നില്ലേ? അപ്പൊ അവിടേക്ക് എവിടുന്നാ വെള്ളം വരിക? താഴെ തണുത്ത വെള്ളം ഉണ്ട് അല്ലേ? ഈ തണുത്ത വെള്ളം ഇങ്ങോട്ട് കയറി വരും. ചൂടുവെള്ളം കാറ്റിന്റെ കൂടെ പോകും, അടിയിലുള്ള തണുത്ത വെള്ളം മുകളിലോട്ട് കയറി വരും. ഒരു സൈഡിൽ ഫുള്ള് ചൂടുവെള്ളം, മറ്റേ സൈഡിൽ ഫുള്ള് തണുത്ത വെള്ളവുമായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഭൂമിയെ ഒന്ന് നോക്കാം. ആദ്യം ഒരു ഗ്ലോബ്, ഇതില് കരഭാഗമുണ്ട്, വെള്ളമുണ്ട് അല്ലെ? പല പല രാജ്യങ്ങളും കടലുകളും ഒക്കെയുണ്ട്. ഇനി ഈ ഗ്ലോബിനെ പൊട്ടിച്ച് ഒരു പേപ്പർ പോലെ പരത്തി വെച്ചിരിക്കുകയാണെന്ന് കരുതുക. ഇത് വേൾഡ് മാപ്പാണ്. ഇവിടെ ഓരോ കോണ്ടിനെന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ എവിടെ? ഇവിടെയാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത്. ഇനിയാണ് നമ്മൾ എൽ നീനോ എന്താണെന്ന് പറയാൻ പോകുന്നത്. ഈ എൽ നീനോ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ വല്ലപ്പോഴും നടക്കുന്ന ഒരു സംഭവം പറയുന്നതിന് മുമ്പേ എപ്പോഴും നടക്കുന്ന കാര്യം എന്താണെന്ന് ആദ്യം നോക്കാം. ഈ മാപ്പില് ഇവിടെ നോക്കിക്കേ, ഇതാണ് ഓസ്ട്രേലിയ. ഇവിടെ അമേരിക്കയുണ്ട്, അതിൽ താഴെ സൗത്ത് അമേരിക്ക നിങ്ങൾക്ക് കാണാം. ഇനി നടുക്കൂടി ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണിത്? ഇക്വേറ്റർ ആണല്ലേ? ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. ആ സ്ഥലത്ത് കൂടുതൽ സൂര്യപ്രകാശം വരും. കൂടുതൽ സൂര്യപ്രകാശം വരുമ്പോ കൂടുതൽ ചൂടും വരും. ഈ ഒരു ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, ഇവിടെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇവിടെ സൂര്യപ്രകാശം വരുന്ന സമയത്ത് ഈ ഏരിയയിലൊക്കെ ഉള്ള വെള്ളം നന്നായിട്ട് ചൂടായി കിടക്കുകയായിരിക്കും അല്ലേ? ഇനി ഇവിടേക്ക് നമ്മുടെ വിൻഡ് വരികയാണ്. ഈ ഒരു സ്ഥലത്തുള്ള വിൻഡിന് ഇങ്ങനെയുള്ള ഡയറക്ഷൻ, ഈ സൈഡാണ് ഈസ്റ്റ്, ഇപ്പുറത്തെ സൈഡാണ് വെസ്റ്റ്.
ഈസ്റ്റിൽ നിന്ന് വരുന്ന വിൻഡ് ആയതുകൊണ്ട് അതിന് ഈസ്റ്റർലീസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇതിന് ട്രേഡ് വിൻഡ്സ് എന്നും പറയും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഈ വിൻഡിനെ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഈ ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി. ഈസ്റ്റ് സൈഡിൽ നിന്ന് നമ്മുടെ ട്രേഡ് വിൻഡ്സ് വരികയാണ്. ഈ വെള്ളമൊക്കെ ചൂടായി കിടക്കുകയാണല്ലേ. അപ്പൊ വിൻഡ് വന്നു, ഈ ചൂടുവെള്ളത്തിനെയൊക്കെ നീക്കി 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 കൊണ്ടുവന്നിട്ട് ഓസ്ട്രേലിയയുടെ അടുത്ത് ഇങ്ങനെയൊരു സ്ഥലത്ത് ചൂടുവെള്ളം ഉള്ളു തങ്ങി കെട്ടി നിൽക്കുകയാണ്. അവിടെ ഒരു ഹോട്ട് വാട്ടർ പൂള് പോലെയായിട്ട് മാറുകയാണ്. അപ്പൊ ഇവിടെയുള്ള ചൂടുവെള്ളമാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇതിന് പകരം ഇവിടെ എങ്ങനെയാ വെള്ളം വരിക? താഴേന്ന്, കടലിനടിയിൽ നിന്ന് വെള്ളം അങ്ങോട്ട് കേറി വന്ന് അവിടെ തണുത്ത വെള്ളം ആയിട്ട് മാറും. ഈ ഒരു ഏരിയയിലൊക്കെ തണുത്ത വെള്ളമാണ് ഉണ്ടാവുക, ഈ ഏരിയയിലൊക്കെ ചൂടുവെള്ളമാണ് ഉണ്ടാവുക. ഇനി നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചൂടാവുന്നു, വായു മേലോട്ട് പോകുന്നു. ഈ സ്ഥലത്ത് വെള്ളം നന്നായി ചൂടായിരിക്കുകയാണ്, നന്നായി തിളച്ചു മറിയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? മുകളിലോട്ട് പോകുന്ന വായുവിൽ കൂടുതൽ നീരാവി അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഉണ്ടാകും. അത് ആകാശത്തേക്ക് കൂടുതലായിട്ട് പോകും. എന്നാൽ ഈ സൈഡില് തണുത്ത വെള്ളമാണല്ലേ, അത്രയൊന്നും ചൂടില്ലാത്ത വെള്ളമാണ്. അപ്പൊ ഇവിടുന്ന് മേലോട്ട് പോകുന്ന വായുവിലോ ഇതില് വളരെ കുറച്ച് നീരാവി മാത്രമേ ഉണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞു, കൂടുതൽ നീരാവി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കൂടുതൽ മഴ പെയ്യും. അപ്പോ നമ്മുടെ ഏഷ്യയിലും ഈ ഒരു ഏരിയയിലുമൊക്കെ കൂടുതൽ മഴ കിട്ടാൻ കാരണം ഈ ഒരു പ്രതിഭാസമാണ്. ഇത് നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ സൈഡിലോ ഇവിടെ വളരെ കുറച്ച് മഴ മാത്രമേ കിട്ടുള്ളൂ. മാത്രമല്ല വരണ്ട ഒരു തണുത്ത കാലാവസ്ഥയുമായിരിക്കും. കാരണം ഇവിടേക്ക് തണുത്ത വെള്ളമാണുള്ളത് അല്ലെ, ചൂടുവെള്ളമല്ല. അപ്പൊ അവിടെ ഒരു തണുത്ത കാലാവസ്ഥ, വരണ്ട കാലാവസ്ഥ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ളത് പോലെ അല്ല അമേരിക്കയിലുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻ. നമുക്കറിയാം, അവിടെ മഞ്ഞുവീഴ്ചയൊക്കെ വരാറുണ്ട്. അവിടെ കൂടുതൽ തണുത്ത സ്ഥലമാണ്. നമ്മുടെ ഇന്ത്യയിലൊക്കെ കുറച്ചുകൂടി നല്ല ചൂടും മഴയും ഒക്കെ ഉള്ള ക്ലൈമറ്റ് ആണ്. ഇതാണ് സാധാരണയായിട്ട് നടക്കുന്ന കാര്യം. ഇനി എൽനിനോ നടക്കുന്ന സമയം, ഈ ട്രേഡ് വിൻഡ്സ് നേരത്തെ വെള്ളത്തിന് നല്ല ശക്തിയായിട്ട് തള്ളിക്കൊണ്ടുപോയിരുന്ന ഈ വിൻഡ് പല കാരണങ്ങൾ കൊണ്ട് തീരെ ശക്തി കുറവായിരിക്കും. അതിനൊട്ടും എനർജി ഉണ്ടാവില്ല. അങ്ങനെ ക്ഷീണിതനായ കാറ്റിന് വെള്ളത്തിനെ തള്ളിക്കൊണ്ടുപോകാനുള്ള ശക്തി ഉണ്ടാവില്ല. അപ്പൊ നേരത്തെ കൊണ്ടുപോയ അത്രയും ചൂടുവെള്ളത്തിനെ കാറ്റിന് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എന്തു പറ്റും? നേരത്തെ അത്രയില്ല, പക്ഷെ അതിനേക്കാളും വളരെ കുറച്ച് ചൂടുവെള്ളമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഈ ഒരു ഏരിയയിലോ ഇവിടുത്തെ ചൂടുവെള്ളം മുഴുവനായിട്ട് ഇവിടേക്ക് പോയിട്ടുണ്ടാവില്ല. അപ്പൊ ഇവിടുത്തെ വെള്ളം സാധാരണ സമയത്തിനേക്കാളും ചൂട് കൂടുതലായിരിക്കും. ഇവിടുത്തെ വെള്ളമോ സാധാരണ ഉണ്ടാവുന്ന സമയത്തിനേക്കാളും ചൂട് കുറവായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് സംഭവിക്കും ഇവിടെ? ഈ സ്ഥലത്ത് നിന്ന് പോകുന്ന മേലോട്ട് പോകുന്ന വായുവിന്റെ കൂടെ ഇപ്പോ നേരത്തെ അത്രയും നീരാവി ഉണ്ടോ? ഇല്ല. മുമ്പ് നല്ല തിളച്ച കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൂടുതൽ നീരാവി ഉണ്ടായിരുന്നു. ഇവിടെയോ മുമ്പ് വളരെ കുറച്ച് നീരാവി ഉള്ളതിന് പകരം ഇപ്പോ കുറച്ചുകൂടി കൂടുതൽ നീരാവി ഈ ഒരു സ്ഥലത്തുനിന്ന് പൊങ്ങിപ്പോകുന്നതാണ്. അപ്പോഴോ ഈ ഒരു സ്ഥലത്ത് സാധാരണ കിട്ടുന്നതിനേക്കാളും കുറവ് മഴയായിരിക്കും കിട്ടുന്നത്. അപ്പൊ സാധാരണ കിട്ടുന്നതിനേക്കാളും കുറവ് മഴ ലഭിച്ച എന്താ സംഭവിക്കുക? ഇവിടെ വരൾച്ച കൂടുതലായിരിക്കും, ചൂട് കൂടുകയും ചെയ്യും. എന്നാ സാധാരണ മഴയൊന്നും കിട്ടാത്ത ഈ ഒരു സ്ഥലത്തോ, ഈ ഒരു സ്ഥലത്ത് എന്ത് സംഭവിക്കും? അവിടെ കുറച്ചു കൂടുതൽ മഴ കിട്ടും. ഒട്ടും മഴ കിട്ടാത്ത സ്ഥലത്ത് മഴ പെയ്യുന്ന സമയത്ത് ഫ്ലഡ് വരും. ഈ ഒരു കണ്ടീഷനെയാണ് എൽ നിനോ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ഈ ചൂടുവെള്ളം കാരണം എങ്ങനെയാണ് മഴ പെയ്യുന്നതെന്ന് കണ്ടു. എൽ നിനോ വരുന്ന സമയത്ത് ഈ ഒരു ഏഷ്യൻ റീജിയനിൽ മഴ കുറയുന്നതും ചൂട് കൂടുന്നതും നിങ്ങൾ കണ്ടു. അതുപോലെ മറ്റേ ഒരു റീജിയനിൽ മഴ പെയ്യുന്നതും അവിടെ ഫ്ലഡ് വരുന്നതും കണ്ടു അല്ലെ? എൽ നിനോ എന്ന കാര്യത്തിനെ പറ്റി മനസ്സിലാക്കിയപ്പോ ഇപ്പൊ നമുക്ക് ചൂട് കൂടുതലാവാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഇനി
ക്ലൈമറ്റ് എക്സ്പേർട്സ് പറയുന്നത് ഈ വർഷം, അതായത് 2026 സാധാരണ എൽനിനോ അല്ല, സൂപ്പർ എൽനിനോ ആണെന്നാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ട്രേഡ് വിൻസ് വളരെ വളരെ വീക്കും ക്ഷീണിതനുമാണ്. ചൂടുവെള്ളത്തെ ഓസ്ട്രേലിയയുടെ അടുത്തേക്ക് വളരെ കുറച്ചേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. സാധാരണ എൽനിനോന്റെ സമയത്ത് കൊണ്ടുവരുന്ന അത്ര പോലും ചൂടുവെള്ളം കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? വളരെ കുറച്ച് ചൂടുവെള്ളം മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് നീരാവിയെ മുകളിലോട്ട് പോവുള്ളൂ. അപ്പോ എത്രത്തോളം കുറവായിരിക്കും മഴ കിട്ടാൻ പോകുന്നത്? അപ്പൊ മഴ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂടുതൽ ഡ്രോട്ട് അല്ലെങ്കിൽ വരൾച്ച വരും. അതുപോലെ ചൂട് ഭയങ്കരമായിട്ട് കൂടും. സാധാരണ എൽനിനോ വരുമ്പോ തന്നെ ചൂട് കൂടും. സൂപ്പർ എൽനിനോ ആവുന്ന സമയത്ത് ഒന്നുകൂടി നന്നായിട്ട് ചൂട് കൂടും. എത്രമാത്രം ചൂടാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇനിയും കൂടാൻ പോകുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ എത്ര വലിയ ഫ്ലഡ് ആയിരിക്കും സൗത്ത് അമേരിക്കയെ പോലെയൊക്കെയുള്ള രാജ്യത്തെ കാത്തിരിക്കുന്നതെന്നും ഒന്ന് ആലോചിച്ച് നോക്കൂ. എൽനിനോ എന്ന ഈ ഒരു കാര്യം സംഭവിച്ചാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ മാത്രമല്ല അതിനെ എഫക്ട് ചെയ്യുന്നത്, മുഴുവൻ വേൾഡിലും വേറെയും പല പല രീതിയിൽ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് എൽനിനോ എന്ന് വളരെ ലളിതമായിട്ട് വിശദമാക്കാനാണ് ഞാനിവിടെ ശ്രമിച്ചത്. ഇനി ഈ എൽനിനോ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, ഇതുപോലെ തന്നെ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പേരായിട്ടുള്ള ലാനിന എന്താണ്, ഇതൊക്കെ വിശദമായി പറഞ്ഞു തരാൻ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. അപ്പം ഇനിയുള്ള വീഡിയോസ് അതിനനുസരിച്ച് ചെയ്യാൻ എനിക്ക് പറ്റും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.